അങ്ങനെ നമ്മള് കോലാലംപൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. എനിക്കിവിടെ മനസ്സിലാവാത്തൊരു സംഭവം തോന്നുന്നത്, ഇവര് എല്ലാം ഇവിടത്തെ ഭാഷയില്ലേ, അതെല്ലാം ഇവര് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. ഇന്റർനാഷണൽ ടെമ്പറേച്ചർ അപ്പം അത് എഴുതിയേക്കുന്നത് എന്താ? പെർളെ പസം. അത് മലായി ഭാഷയാണ്, മലായി ഭാഷ. ഇതിൽ എഴുതിയപ്പോ അക്ഷരത്തില് എന്തിന് നമുക്കും കൂടെ മനസ്സിലാവട്ടെ, നമുക്കും കൂടെ വായിക്കണ്ടേ? ട്രാൻസ്ഫർ കൗണ്ടർ നീ ഒന്ന് വായിച്ചാണ്. ട്രാൻസ്ഫർ കൗണ്ടർ അതല്ല അതിന്റെ മണ്ട എഴുതിയേക്കണം. കൗണ്ടർ പെരട്ടുകാര്. കൗണ്ടർ പെരട്ടുകാര്. ഇതാണ് നമ്മുടെ എയർപോർട്ടിന്റെ അകത്തുള്ളത്. കണ്ട ഒരു വലിയ വണ്ടീനെ ഒരു കൊച്ചു വണ്ടി വലിച്ചുകൊണ്ട് പോണ കണ്ട. സിം എടുക്കാൻ വേണ്ടിട്ട് എല്ലാരും കൂടെ ഇതാ നിൽക്കുകയാണ്. നിരഞ്ജന് മലേഷ്യൻ ഭാഷ അറിയാന്നാണ് പറയണ. കമൺ. പിന്നെ പിന്നെ കഴിഞ്ഞ നമ്മളെ ട്രിവാൻഡ്രം എഴുതി കാണിക്കുന്നത് കണ്ടാ കട്ട 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 കട്ട. സ്ട്രേ കിഡ്സിലെ ഫെലിക്സ് ഇവരൊക്കെ കട്ടൗട്ടൊക്കെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്തെ എയർപോർട്ട് പോലല്ല, ഇവിടെ ഭയങ്കര വലിയ എയർപോർട്ടാണ്. നമ്മുടെ അകത്ത് കയറുമ്പോൾ തീരത്തില്ലേ, ഇവിടെ ഇഷ്ടം പോലെ കടകളുണ്ട്, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. വിലയുണ്ടോന്ന് വെച്ചാൽ അറിയത്തില്ല, അതൊക്കെ ഇനി വാങ്ങിക്കാൻ പോകുമ്പോഴേ അറിയത്തുള്ളൂ വിലയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇഷ്ടം പോലെ കടകളുണ്ട്. ഇതാണ് നമ്മളെ വണ്ടി. അങ്ങനെ നമ്മുടെ ഡേ 1 സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. മലേഷ്യയിൽ എത്തിയപ്പോ തന്നെ വേറൊരു ടോണ്, ബ്ലൂ ഗ്രീൻ, അങ്ങനെ ഭയങ്കര വെറൈറ്റി കളർ കോമ്പിനേഷൻ ഒക്കെ ഉണ്ട് ഇതിനകത്തല്ലേ. പക്ഷെ എവിടെ പോയൊരു ഇന്ത്യക്കാരുടെ റെഫറൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ദർബാർ ഹോട്ടൽ മസാല ദർബാർ. നമ്മള് ഡേ 1 ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഫുഡ് കഴിക്കുക അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ മലേഷ്യയിൽ വന്നിട്ട് ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യണം. പിന്നല്ലാതെ ആദ്യമേ ചെന്ന് മലേഷ്യൻ ഫുഡൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വയറിനകത്ത് ഒരു നൂഡിൽസ് തന്നു, മലേഷ്യൻ നൂഡിൽസ്. എന്റെ പൊന്നോ, മലേഷ്യൻ നൂഡിൽസ് ഒന്നുമല്ല, അതവിടെ ഉമാമി ഫ്ലേവർ ഉള്ള നൂഡിൽസ് ആണ്. അത് അങ്ങനെയാണ്. ചായ എന്ന് പറഞ്ഞിട്ട് ഓർഡർ. അവന് ഇവിടെ ചായ കിട്ടൂലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. ചായ ഉള്ള കടയിൽ കയറിയപ്പോ ഭയങ്കര സന്തോഷം. ഡേ 1 ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പുത്രജയ, മലേഷ്യയുടെ അഡ്മിനിസ്ട്രേഷൻ. വിചാരിച്ച പോലല്ല ഗൈസ്, നല്ല കണ്ണ് നല്ല മഞ്ഞളിക്കുന്ന വെയിലാണ്, രക്ഷയില്ല. ഇവിടെ നിന്ന് പോകുമ്പോഴത്തേന് ടാൻ അടിച്ച് മരിക്കും, അത്രയും വെയിലാണ്. മലേഷ്യയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പിങ്ക് മോസ്ക്, ഇതിനകത്ത് കയറാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പം നോമ്പ് സമയമായതുകൊണ്ട് അവർ കയറ്റത്തില്ല എന്നാണ് ഡ്രൈവർ അങ്കിൾ പറഞ്ഞത്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് മലേഷ്യ, ഇത് പിങ്ക് മോസ്ക്. പറയുമ്പോ ഭയങ്കര എസ്തെറ്റിക് വൈബൊക്കെ കിട്ടുന്ന സ്ഥലം, പക്ഷെ നല്ല പച്ചന വെയിലത്ത് വാക്കുന്നതാണ് നമ്മളെല്ലാരും. ഇവിടെ മിക്ക ഏഷ്യൻ ആൾക്കാരെയും കൺട്രീസിലുള്ള ആൾക്കാരെയും കാണാൻ പറ്റും. നമ്മളിപ്പോ ഒരു ചൈന ചേട്ടനെ മീറ്റ് ചെയ്ത്, ഒരു ചൈന കപ്പിൾസിനെ മീറ്റ് ചെയ്തായിരുന്നു. ഗൈസ്, ഇതാണ് ജനനായകന്റെ ഓഡിയോ ലോഞ്ച് നടന്ന സ്ഥലം കേട്ടോ, അതായത് വിജയ് വന്ന സ്റ്റേഡിയം. ഡെസ്റ്റിനേഷൻ നമ്പർ 2 തീൻഹോ ടെമ്പിൾ. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഇവിടെ മാസു എന്ന് പറയുന്ന ഡേറ്റിയാണുള്ളത്. ഈ സാധനം കൊണ്ട് ഈ തോരണം നല്ല രസമാണ്. നമ്മൾ കയറി വന്ന വഴി മുതൽ ഇവിടെ അത്രയും ഇങ്ങനത്തെ സാധനങ്ങളാണ് കിട്ടിയിട്ടേക്കുന്നത്. ഇത് നമ്മുടെ ഫോർച്യൂൺ പറയുന്ന ഒരു വിശ്വാസമാണ്, ഇവരുടെ ഒരു വിശ്വാസമാണ്. അതായത് നമ്മളിങ്ങനെ ഇതിങ്ങനെ ഷഫിൾ ചെയ്ത് ഒരു നമ്പർ ഇതിൽ വരും. ആ നമ്പറിൽ നമ്മൾ ആ ഒരു ബോക്സ് ഉണ്ട്, ഇവിടെ നമ്പർ എഴുതിയിരിക്കുന്ന ബോക്സ് ഉണ്ട്. അതിൽ ആ കാർഡ് നമുക്കൊരു പീസ് ഓഫ് പേപ്പർ വെച്ചേക്കും. അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോർച്യൂൺ അതിലുണ്ടെന്നാണ് പറയുന്നത്.
മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കാനുള്ള സ്റ്റോഴ്സ് ഉണ്ട്. നല്ല രസമുണ്ട്. ഹാൻഡിക്രാഫ്റ്റ്, അതായത് ഇവരുടെ ഒരു കൾച്ചറൽ എന്താ പറയുക കാര്യങ്ങൾ, പിന്നെ ഈ ടെമ്പിളിൻ്റെ ഐതിഹ്യം അനുസരിച്ചുള്ള കുറച്ച് സാധനങ്ങൾ. വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ, അവിടെയൊക്കെ സാധനത്തിന് നല്ല വിലയാണ്. ഇതിന് 4 റിങ്കറ്റ്, അതായത് നമ്മുടെ 25 × 4 100 രൂപ, ഏകദേശം 100 രൂപ വരെ ഈ ഒരു ബോട്ടിൽ വെള്ളത്തിന്. എത്ര ലിറ്റർ? അതെ 500 മില്ലി ലിറ്റർ, അല്ല 600 മില്ലി ലിറ്റർ വെള്ളത്തിന്. ഇത് മറ്റേ ചൈനീസ് ചേച്ചിയുടെ കയ്യിൽ ഇരിക്കുന്ന വിശറി 10 റിങ്കറ്റ്. സാധനങ്ങൾക്കൊക്കെ നല്ല വിലയല്ലേ, അല്ലേ? ആണ്. ഇപ്പോഴത്തെ സാധനങ്ങൾക്കും ഭയങ്കര വിലയല്ലേ, ആണെന്ന്. കുറെ നല്ല രസമുണ്ട്. ഖവായി ഐറ്റംസ് അതൊക്കെ ഉണ്ട് ഇവിടെ. സൂപ്പർ സ്റ്റോറാണ്, പക്ഷെ ഭയങ്കര വിലയാണ്. നമ്മൾ തീൻ ഹോ ടെമ്പിളിൽ വന്നതിന് ശേഷമാണ് ആദർശ ആ നഗ്ന സത്യം പറഞ്ഞണം. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എനിക്ക് ഈ പുറത്തോട്ട് പോകണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് മലേഷ്യയിലായപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഏറ്റവും എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം, ഇപ്പം ഇവിടെ വന്ന് ഈ മൊണാസ്ട്രി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കണ്ടപ്പോഴേ എനിക്ക് കൊറിയ, ജപ്പാൻ, ചൈന, അവിടെയൊക്കെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ഇവിടെ 2 കിലോമീറ്റർ വാട്ടറിന് സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കണമല്ലോ. ഓക്കെയാണ്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് തീൻ ഹോ ടെമ്പിൾ. വൈഡ് ആയിട്ടുള്ള വ്യൂ ആണ്. വൈഡ് ആയിട്ടുള്ള വ്യൂ ആണ്. ഈ ടാസ്ക് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഹോട്ടലിലോട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പോകണം. അപ്പം ഡെസ്റ്റിനേഷൻ നമ്പർ 2 ആണെന്ന് തോന്നുന്നു. ഡെസ്റ്റിനേഷൻ നമ്പർ 2 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്.